ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. എങ്ങനെ കണക്ട് ചെയ്യുക, ഇതിലെന്തെല്ലാം വർക്കിംഗ് ഉള്ളത്, പിന്നെ ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ള ഒരുപാട് ആൾക്കാർ ഷോർട്സിൻ്റെയും പിന്നെ അതേപോലെ തന്നെ റീൽസിൻ്റെ എല്ലാം താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള, പിന്നെ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് അത് ഇതെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേണ്ടിയിട്ടാണ് ഈ ഒരു അൺബോക്സിങ് വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ഫുൾ അൺബോക്സിങ് വീഡിയോ ആയിരിക്കും. നമുക്കിത് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം സംഭവങ്ങളുണ്ട്, എന്തെല്ലാം വർക്കാവും, എങ്ങനെ കണക്ടിവിറ്റി, പിന്നെ അതേപോലെ തന്നെ എങ്ങനെ വാൾപേപ്പർ വെക്കാം, നല്ല നമുക്ക് ഇന്ന് എന്താക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അൺബോക്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. നല്ല അടിപൊളി സ്മാർട്ട് വാച്ചാണ് വന്നിട്ടുള്ള ഹൈനോടെക്കോ ജർമ്മനീൻ്റെ സൂപ്പർ മാക്സ് സൈസ് കേട്ടോ, വലിയ സൈസാണ്. പിന്നെ അതേപോലെ തന്നെ RW57 മാക്സ് വാട്ടർ പ്രൂഫ് എഴുതിയിട്ടുണ്ട്, 3 സ്ട്രാപ്പ് എഴുതിയിട്ടുണ്ട്. ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിലിതാ. ടെലിഫോന്, കോൺടാക്ട് പേഴ്സണ്, കാൾ റെക്കോർഡ്, പിന്നെ വോയിസ് അസിസ്റ്റ്, ഡാറ്റ, വർക്കൗട്ട് റെക്കോർഡ്സ്, പിന്നെ അതേപോലെ തന്നെ ഹാർട്ട് റേറ്റ്, സ്ലീപ്പ് മോഡ്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഓക്സിജൻ, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു വെറുതെ ഇത് പറഞ്ഞിട്ട് സമയം കളയുന്നില്ല. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. കാൽക്കുലേറ്റർ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ കാലണ്ടർ ഉണ്ട്, ബിസിനസ് കാർഡ് ഉണ്ട്, പിന്നെ സെറ്റിങ്സ് ഉണ്ട്. ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുള്ള 3 സ്ട്രാപ്പാണ്. ഒരു സിലിക്കോൺ സ്ട്രാപ്പ്, പിന്നെ രണ്ടാമത്തത് സിലിക്കോൺ സ്ട്രാപ്പ്, മൂന്നാമത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽലെസ് സ്ട്രാപ്പാണ്. ഇത് നോൺ മെഡിക്കൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതെന്തെന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് പ്രഷറെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിരിക്കില്ല എന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഹൈനോടെക്കിൻ്റെ കുറേ കോപ്പിറൈറ്റ് ക്ലെയിം അതും ഇതുമെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാന്ന് പറഞ്ഞാൽ നേരെ ഇത് എന്താക്കാം പൊട്ടിച്ചോക്കാം, ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്നല്ല കേട്ടോ. ഞാൻ ഷോർട്സിൽ ഇട്ടിന്, എന്നാലും ഒന്ന് കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് ഇത് പൊട്ടിച്ചത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നേരെ ഇത് ബോക്സ് നല്ല ഫ്ലിപ്പ് ടൈപ്പ് ബോക്സാണ് കേട്ടോ, ഓപ്പൺ ടൈപ്പ് ഇങ്ങനത്തെ ബോക്സാണ്. ഇത് ലോക്ക് മാഗ്നറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ബോക്സ് പാക്കിംഗ് ആണ് കേട്ടോ. ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ വരുന്നത് 3 സ്ട്രാപ്പ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നത്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സ്ട്രാപ്പാണ്. ഇത് സിലിക്കോണിൻ്റെ സ്ട്രാപ്പാണ്, ഓറഞ്ച് കളറിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ബ്ലാക്ക് കളറിൻ്റെ സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ താരം എന്താ നമ്മളെ വാച്ച് എന്ന് പറഞ്ഞാൽ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. മോഡൽ കാണാൻ തന്നെ നല്ല ഹെവി ലുക്കാണ്. കുറച്ച് വലുപ്പമുണ്ട് കേട്ടോ, സൈസ് അത്യാവശ്യം വലുപ്പമുണ്ട്. നല്ല സൈസിലൊക്കെ ഇടാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. ചെറിയ കൈക്കെല്ലാം കെട്ടിയാൽ ചെറിങ്ങനെ ഉണ്ടാവും. ഇതാ നമ്മളെ കൈ തന്നെ ചെറുതായി പോകുന്നുണ്ട്. വാച്ച് വലുതും കൈ ചെറുതായിട്ട് കാണുന്നുള്ള വലിയ സൈസാണ്. പിന്നെ അതേപോലെ തന്നെ സ്പോർട്സ് എന്ന് എഴുതിയിട്ടുണ്ട്. സ്പോർട്സ് മോഡലായതുകൊണ്ട് വലുത് യൂസ് ചെയ്യാൻ പറ്റും. സൈഡിൽ ടോർച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്ക് എമർജൻസി പർപ്പസിന് യൂസ് ആക്കാൻ പറ്റിയ ടോർച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഓറഞ്ച് കളറിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് കളറിൻ്റെ ബട്ടണും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ ഉണ്ട്, സ്റ്റിക്കർ കുറച്ച് നോക്കാം. ഇതാണ് സംഭവം. പിന്നെ ബോക്സിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. ബോക്സിൻ്റെ ഉള്ളിൽ പിന്നെ വരുന്നത് ചാർജർ, പിന്നെ അതേപോലെ തന്നെ ഒരു യൂസർ മാനുവലിൻ്റെ കാർഡ്, യൂസർ മാനുവൽ. ഇതിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ള ഡൗൺലോഡ് ചെയ്യാനും യൂസ് ആക്കാനുള്ള ആപ്ലിക്കേഷനും പിന്നെ ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ചെറിയൊരു ബിസിനസ് കാർഡ് പോലത്തെ ഒരു കാർഡാണ്, അതാണ് യൂസർ മാനുവലായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹൈനോടെക്കിൻ്റെ ഒരു വാറണ്ടി കാർഡ് കേട്ടോ. നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ 1 വർഷത്തെ വാറണ്ടി കിട്ടും കേട്ടോ, ഷോപ്പിൽ നിന്ന് മേടിക്കുന്നവർക്ക്. അപ്പോൾ 1 ഇയർ വാറണ്ടി കിട്ടുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. പിന്നെ അതാ മാഗ്നറ്റിക് ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. വയർലെസ് ചാർജറല്ല, മാഗ്നറ്റിക് ചാർജറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ചാർജർ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കേബിളാണ് കൊടുത്തിട്ടുള്ളത്. USB കണക്റ്റഡ് ആണ്. USB കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചാർജറും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് സ്ക്രൂ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 4 സ്ക്രൂ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡിലല്ലോ. പിന്നെ ഇതിൽ വാൾപേപ്പേഴ്സ് എല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ, നല്ല ഡിസ്പ്ലേ ക്ലാരിറ്റി ഉണ്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹെവി ക്ലാരിറ്റിയാണ്. പിന്നെ ടച്ചും അത്ര തന്നെ നല്ല സ്മൂത്ത് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി പ്രൊഫൈൽ. മറ്റേ വാൾപേപ്പേഴ്സ് ഒരുപാട് വാൾപേപ്പേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ വെക്കാം കേട്ടോ. അതെങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം. ഒരുപാട് വാൾപേപ്പേഴ്സിൽ കമ്പനി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിച്ചുതരാം. ഇതിലുള്ള തന്നെ ഒരുപാട് നല്ല അടിപൊളി വാൾപേപ്പേഴ്സാണ്. നമുക്ക് നല്ല ലുക്ക് ഉണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ഡിസ്പ്ലേ ക്ലാരിറ്റി എല്ലാം ഹെവിയാണ് കേട്ടോ. ഇതാ നമുക്ക് അതുണ്ട്, അമ്മാതിരി ക്ലാരിറ്റിയാണെന്നറിയോ, ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ്. ഇതാ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എല്ലാ ഫങ്ഷനും വർക്കിംഗ് ആണ്, ഇതിൽ ഗെയിംസ് കൊടുത്തിട്ടുണ്ട്, സുഡോക്ക് ഉണ്ട് കേട്ടോ, സുഡോക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. പിന്നെ പവർ ബട്ടൺ അതൊന്നല്ല, നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ വേറെ എന്തെന്നതിലുള്ള കാലണ്ടറെല്ലാം വർക്കിംഗ് ആണ് കേട്ടോ. എല്ലാം കറക്റ്റ് പ്രോപ്പർ നമ്മളെ ഫോണിൽ എങ്ങനെയാണോ കാലണ്ടർ വരുന്നത് അതേമാതിരി കാലണ്ടറെല്ലാം വർക്കിംഗ് ആണ്.
പിന്നെ വരുന്നത് എന്താ നോക്കട്ടെ, താഴെന്ന് മുകളിലോട്ടാക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ മുകളിൽ നിന്ന് താഴോട്ടാക്കുമ്പോൾ ഇവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് മറ്റേ ഇതാണ് നമ്മളെ സെൻസർ മോഡാണ്. സെൻസറിൽ ഇത് ഓൺ ഓഫ് ആക്കിയിട്ട് വെക്കാൻ പറ്റും. പിന്നെ വേറെ എന്തെന്നാണുള്ളത്, ഇതിൽ ടോർച്ചിൻ്റെ സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ടതാ. ഇത് കത്തിക്കുമ്പോൾ ടോർച്ച് കത്തും. എന്താ കണ്ടോ, നല്ല ബ്രൈറ്റ് ഉണ്ട് കേട്ടോ. ടോർച്ചെല്ലാം നല്ല ഹെവി ബ്രൈറ്റ് ഉണ്ട്. പിന്നെ ഇത് നമ്മളെ മറ്റേ ഇതിൻ്റെ മാക് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇതിൽ ബ്രൈറ്റ്നെസ് കൊടുത്തിട്ടുണ്ട്. ബ്രൈറ്റ്നെസ് ഫുള്ള് വെച്ചിട്ടുണ്ടായില്ല, ബ്രൈറ്റ്നെസ് ഇപ്പോൾ ഫുള്ള് വെച്ചിട്ടുണ്ട്. ബ്രൈറ്റ്നെസ് വെച്ചിട്ട് വാൾപേപ്പറിൻ്റെ ക്ലാരിറ്റി നോക്കിയാൽ അച്ചാതി ക്ലാരിറ്റിയാണെന്ന് പറയാം. ഒരു രക്ഷയില്ലാത്ത ക്ലാരിറ്റിയാണ്. നല്ല വാച്ചാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പിന്നെ ഇതിൽ വേറൊരു സിസ്റ്റം എന്തെന്ന് പറഞ്ഞാൽ ഡ്രൈനേജ് മോഡ് ഉണ്ട് കേട്ടോ. വാട്ടർ ഡ്രെയിൻ മോഡുണ്ട്. ഇത് പ്രസ് ചെയ്താൽ വാട്ടർ ഡ്രെയിൻ ആവുന്നതാണ്. ഉള്ളിലുള്ള വാട്ടർ പുറത്തേക്ക് തള്ളുന്നതാണ്. ഈ ഒരു ഹോൾസിലൂടെ ഉള്ളിലെന്തെങ്കിലും വാട്ടർ കൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് തള്ളുന്നതായിരിക്കും. ഓക്കെ, അടിപൊളി സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം നമ്മളെ ഫോണിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളത് അത് കാണിച്ചു തരാം കേട്ടോ. ഇതെങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ ഫോണിൽ നോർമൽ QR കോഡുള്ള ഫോണിലാണെങ്കിൽ QR കോഡ് ഓപ്പൺ ആക്കിയിട്ട് നോക്കിയാൽ മതി. ഇത് ഞാൻ എൻ്റെ ഫോണിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാമറയിൽ തന്നെ ആക്സസ് ഉണ്ട് കേട്ടോ. നമുക്ക് QR കോഡ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഡയറക്റ്റ് ക്യാമറയിൽ തന്നെ എന്താക്കാൻ പറ്റും, നമുക്ക് QR കോഡ് സ്കാൻ ആക്കാൻ പറ്റും. ഞാൻ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ട് ഞാൻ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ആക്കട്ടെ. ഇതിന് മുന്നേ ഡൗൺലോഡ് ആക്കിയതാണ്. ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതാണ് ആപ്ലിക്കേഷന്, ഒന്ന് വായിച്ച് നോക്കി കേട്ടോ. ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. പിന്നെ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ആയി വരട്ടെ. ഓക്കെ, നമുക്കിത് ഈ QR കോഡ് ഇതിൽ QR കോഡ് സ്കാൻ ആക്കിയാലും മതി. അല്ലെങ്കിൽ ഫിറ്റ് ക്ലൗഡ് പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആക്കിയാൽ മതി. ഞാനിവിടെ പേര് എഴുതി കൊടുക്കാം കേട്ടോ. ഓക്കെ, ആ ഡൗൺലോഡ് ആക്കിയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇതൊന്ന് ഡൗൺലോഡ് ആയിട്ട് ബാക്കി കാണിച്ചു തരാം. സംഭവം ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് ഹലോ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ സൈൻ ഇൻ കൊടുക്കുക കേട്ടോ. സൈൻ ഇൻ കൊടുത്തിട്ടാകുമ്പോൾ ഞാനിവിടെ ആപ്പിളിൽ നിന്ന് ഞാൻ ഇത് ലോഗിൻ കൊടുക്കുന്നതാണ്. ആപ്പിൾ ID വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നുള്ള. പുതിയ ID ക്രിയേറ്റ് ആക്കുന്നതൊക്കെ ക്രിയേറ്റ് ആക്കുക. പുതിയ ID ക്രിയേറ്റ് ആക്കുന്നതാണ് നല്ല ഈസി ആയിട്ട്. നമുക്ക് ആപ്പിൾ ID അല്ലെങ്കിൽ Gmail ID ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ചെയ്യാൻ പറ്റും. ഐറ്റ് വേണമെങ്കിൽ ഐറ്റ് കൊടുക്കുക. എത്ര നമ്മൾ ഐറ്റ് എന്താണോ ഐറ്റ് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെയിറ്റും കൊടുക്കുക കേട്ടോ. ഹൈറ്റും വെയിറ്റും കൊടുത്തിട്ട് നമ്മളെന്താക്കാം, നെക്സ്റ്റ് സ്റ്റെപ്പ് പോവുക. നമുക്ക് എത്ര സ്റ്റെപ്പ് നടക്കാൻ പറ്റും ഒരു ദിവസം അതിവിടെ ടൈപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടുണ്ടാവും. സ്കാൻ നൗ കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ബ്ലൂടൂത്തിൻ്റെ ഒരു ഓപ്ഷൻ വരും. സ്കാൻ നൗ കൊടുക്കുക. RW57 മാക്സ് നിർത്തിയുടെ ഒരു ഓപ്ഷൻ വന്ന് ഞാൻ ഓക്കെ കൊടുത്തിട്ടുണ്ട്. കണക്റ്റ് എന്താ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇവിടെ ഈ വാച്ചിൽ ചോദിക്കുന്നുണ്ട് നമ്മൾ കണക്റ്റ് ആക്കുന്നുണ്ടോ എന്ന്. ഓക്കെ കൊടുക്കുക. ഇവിടെ പേരും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എന്താ ബൈൻഡിങ് സക്സസ്ഫുൾ, പ്രൊസീഡ് ടു അതറൈസ്ഡ്. എല്ലാത്തിനും നമ്മൾ ഓക്കെ കൊടുത്തിട്ട് എൻജോയ് ചെയ്യണം വന്നു കേട്ടോ. ബാറ്ററി കുറവാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ പുഷ് നോട്ടിഫിക്കേഷനിൽ പോയിട്ട് നമുക്ക് എന്തെല്ലാം വേണ്ട നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കാൻ പറ്റും കേട്ടോ. ഇൻസ്റ്റാഗ്രാം ആയാലും പിന്നെ അതേപോലെ തന്നെ സ്കൈപ്പ്, ടിക്ടോക്ക് എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് എനേബിൾ ആൾ കൊടുത്താൽ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ഓൺ ചെയ്ത് വെക്കുന്നില്ല. പിന്നെ വാച്ച് ഫേസ് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് നമ്മളിവിടെ ക്രിയേറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് വാൾപേപ്പേഴ്സ് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീ ആണ് കേട്ടോ. ഫ്രീ ആയിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, നമുക്ക് ഇത് സിങ്ക് വാച്ചിലേക്ക് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ സിങ്കായി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, ബാറ്ററി ചാർജ് കുറവാണെന്ന് പറയുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ, അതൊന്നും ചെയ്യാനില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫോട്ടോ വാൾപേപ്പർ ആക്കി വെക്കുന്നെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഗാലറിക്ക് പോവുക. ഗാലറിക്ക് പോയിട്ട് ഇവിടുന്ന് ആഡ് ഫോട്ടോന്ന് ഇവിടെ ചൂസ് ആൽബം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഫുൾ ആക്സസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ഫോട്ടോ ആണ് വെക്കേണ്ടത് നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നമ്മളെ പുതിയ പെർഫ്യൂമിൻ്റെ ഫോട്ടോ ഉണ്ട്. അത് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനതാ പെർഫ്യൂമിൻ്റെ ഫോട്ടോ ആണ്. നമ്മൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പെർഫ്യൂമിൻ്റെ ഫോട്ടോ ആണ് വെക്കുന്നത്. പൊസിഷന് നമുക്ക് ക്ലോക്ക് വേണമെങ്കിൽ സൈഡിലോ നടുക്കോ താഴെയോ അവിടെ വേണമെങ്കിൽ വെക്കാം കേട്ടോ. ഓക്കെ, എന്നിട്ട് അവിടെ സെറ്റ് വാച്ച് ഫേസ് എന്നിട്ട് കൊടുത്താൽ കൺഫേം കൊടുത്താൽ ഡൗൺലോഡ് ആകുന്നുണ്ട്. ഫേസ് ക്രിയേറ്റഡ് ലോ ബാറ്ററിയാണ്, അതിനെക്കൊണ്ട് അത് വാച്ചിലേക്ക് വരുന്നില്ല. ബാറ്ററി ലോ ആയതുകൊണ്ട് ഇപ്പോൾ ചാർജ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കോളിംഗ് ഇതിൽ തന്നെ കോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. വാച്ചിൽ തന്നെ കോൾ ചെയ്യാനുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കോൾ ചെയ്യാനും പിന്നെ കോൾ ചെയ്ത് സംസാരിക്കാനുള്ള പറ്റിയൊരു അടിപൊളി ഓപ്ഷൻസാണ്.
ഇതാ നമുക്ക് നമ്പർ ഇടുന്ന് ഡയൽ ചെയ്തിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, കോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ നമ്പറിൽ ഡയൽ ചെയ്താലും മതി, നിങ്ങൾക്ക് വേണ്ട സാധനം ഞാൻ എത്തിച്ചേർന്നായിരിക്കും കേട്ടോ. ഒരുപാട് സ്മാർട്ട് വാച്ച്, എയർപോഡ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷെ എല്ലാത്തിൻ്റെ വീഡിയോ ഇടുന്നില്ല, കുറച്ച് മാത്രമേ വീഡിയോസ് എല്ലാം ഇടുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഫേസ് കാട്ടിയിട്ട് എന്ത് വീഡിയോ ഇടാത്തതെന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ അങ്ങനത്തെയാണ്. എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് സ്പേസ് കാര്യങ്ങളൊന്നും ഇല്ല, സ്ഥലമില്ല, പിന്നെ വീഡിയോഗ്രാഫർ ഇല്ല. അതുകൊണ്ടാണ് ഞാനെന്ന് ഒരു വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.